ഗാഡ്ഗിൽ റിപ്പോർട്ട് വരുമ്പോഴാണ് തർക്കം. ഗാഡ്ഗിൽ കേരളത്തിലേക്ക് വരുന്നതിന് മുൻപ് ജോൺ മത്തായി സാറിൻ്റെ സെസ് ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾ നടത്തിയ ഒരുപാട് പഠനങ്ങൾ വേറെയുണ്ട്. ഉരുൾപൊട്ടലുണ്ടായ സ്ഥലങ്ങളിൽ ഭൗമശാസ്ത്ര പഠന കേന്ദ്രം പിന്നീട് നടത്തിയ പഠനങ്ങളിൽ വെളിവാകുന്ന പ്രസക്തമായ ചില കാര്യങ്ങളുണ്ട്. ഈ എല്ലായിടത്തും കുടിയേറ്റം വ്യാപകമായി നടന്നിരുന്നു. ചെങ്കുത്തായ മലഞ്ചെരിവുകൾ പോലും തട്ടുതട്ടാക്കി റബ്ബറും കാപ്പിയും ഇഞ്ചിയും കപ്പയും നട്ടിരുന്നു. മലയെ പിളർന്ന് വൻതോതിൽ റോഡുകളും വെട്ടിയിരുന്നു. ആദ്യകാലത്ത് കൈക്കോട്ടും മറ്റുമായിരുന്നു പണിയായുധങ്ങളെങ്കിൽ ഇപ്പോഴത് ഭീമൻ മണ്ണുമാന്തി യന്ത്രങ്ങളായിരിക്കുന്നു. 11 പേർ മരിച്ച കാപ്പിക്കളത്ത് 30 ഡിഗ്രി ചെരിവുള്ള പ്രദേശമാണ് വെട്ടിയിളക്കി കൃഷി ചെയ്തത്. 38 പേരുടെ ജീവൻ അപഹരിച്ച അമ്പൂരിയിൽ 35 ഡിഗ്രി ചെരിഞ്ഞു കിടക്കുന്ന കുരിശുമല ഒന്നാകെ തട്ടാക്കി റബ്ബർ നട്ടിരുന്നു. കണ്ണൂരിലെ മണിക്കടവിലും ഫോട്ടോഗ്രാഫർ വിക്ടർ ജോർജ് മരണമടഞ്ഞ വെണ്ണിയാനിയിലും 40 ഡിഗ്രി വരെ ചെരിഞ്ഞ ഭൂമിയാണ് നികന്നത്. വേനൽക്കാലത്ത് പോലും നീർവാർച്ചയുണ്ടായിരുന്നു കേരളത്തിലെ മലയോരങ്ങളിൽ. ചാലിട്ടൊഴുകി മലമടക്കുകളിലൂടെ അരുവിയും പുഴയുമായി ഒഴുകിയിരുന്നു വെള്ളം. ഈ ചാലുകളാണ് കൃഷിയും റോഡും പൈപ്പും കനാലും വീടും മനുഷ്യരും അവരുടെ സകല വികസനവും കൂടി ഇല്ലാതാക്കിയത്. ഒഴുകാൻ പറ്റാതെ വെള്ളം മണ്ണിലേക്ക് ഊർന്നിറങ്ങി. വെള്ളത്തിൽ കുതിർന്ന മണ്ണിന് മുകളിൽ എപ്പോൾ വേണമെങ്കിലും ഉരുളാൻ പാകത്തിൽ നിൽക്കുന്ന പാറകൾ മഴ പെയ്യുമ്പോൾ പിന്നെ താഴേക്ക് പതിക്കാതെ എന്തു ചെയ്യും? അഡ്വക്കേറ്റ് ജി, പാറകൾക്കറിയില്ലല്ലോ ഇതിന് താഴെ മനുഷ്യരുണ്ട്. അതിൻ്റെ മീതെ വെള്ളം വന്ന് ഈ മണ്ണും പാറയും തമ്മിലുള്ള പിടുത്തം നഷ്ടപ്പെട്ടു പോയാൽ താഴേക്ക് പതിക്കുക എന്നല്ലാതെ ഒരു പാറയ്ക്ക് വേറെ ഒന്നും ചെയ്യാനില്ല. എല്ലാ ഉരുൾപൊട്ടൽ നടന്ന സ്ഥലങ്ങളിലും ഈ പറഞ്ഞ കുടിയേറ്റം നടന്നിട്ടുണ്ട്, ഈ പറഞ്ഞ കൃഷിയുണ്ട്, ചെരുവുകളെ മുഴുവൻ തട്ടാക്കി തിരിച്ചിട്ടുണ്ട്, ചെയ്യാൻ പാടില്ലാത്ത കൃഷികൾ ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്തോ ഒരു ബന്ധം ഇത് തമ്മിലില്ല. ഞാൻ പൂർണ്ണമായും കൃഷിയെ ആശ്രയിച്ചിരിക്കുന്ന ഒരു കുടുംബത്തിൽ നിന്ന് വരുന്നു. എൻ്റെ ചെറുപ്പത്തിലൊക്കെ അവിടുത്തെ പ്രധാനമായും ഈ പറയുന്ന അഗ്രികൾച്ചർ ഉദ്യോഗസ്ഥന്മാരൊക്കെ പറയുന്നു ഭൂമി തട്ടുതട്ടായി തിരിക്കുകയും കയ്യാല വെക്കുകയും ചെയ്തുകൊണ്ട് ആ ഭൂമി ആ തലത്തിൽ സംരക്ഷിച്ച് നിർത്തി മാത്രമേ നിങ്ങൾ കൃഷി ചെയ്യാവുള്ളൂ എന്ന് പറയുന്നത്. വെള്ളക്കുഴികൾ ഹൈറേഞ്ചിൽ മുഴുവൻ നീർക്കുഴികൾ കുഴിക്കും. നീർക്കുഴികൾ പ്ലെയിൻസിൽ കുഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല, പക്ഷേ ഹൈറേഞ്ചിലും അവിടേക്ക് അല്ല, നീർക്കുഴികൾ കുഴിക്കണമെന്ന് സർക്കാർ ഇപ്പോഴും എന്താണ് ജനകീയ ആസൂത്രണ സമിതികൾ വഴി പണം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. സർക്കാർ സംവിധാനങ്ങൾ തന്നെ ഈ പരിസ്ഥിതിക്ക് എത്രത്തോളം ദോഷകരമാകുന്ന തലത്തിൽ നല്ല കാര്യമാണ് എന്ന് ഞങ്ങളെ പറഞ്ഞ് വിശ്വസിപ്പിച്ചു. 15 ഡിഗ്രി കൂടുതൽ ചരിവുള്ള പ്രദേശം നമ്മൾ കൃഷിയോഗ്യമായ സ്ഥലമല്ല. വെണ്ണിയാനി മലയിൽ വിക്ടർ ജോർജ് മരണമടഞ്ഞ ആ സ്ഥലത്ത് പോയി നോക്കുവാണെങ്കിൽ നല്ല ചരിവുള്ള പ്രദേശത്ത് കപ്പ നട്ടിട്ടുണ്ട്. എൻ്റെ ഇപ്പോഴും സ്ലൈഡ് ഇരിപ്പുണ്ട്. കപ്പ നട്ടിരിക്കുകയാണ്. അതിന് തൊട്ട് മേൽ ചെങ്കുത്തായ സ്ഥലത്ത് തട്ട് തിരിച്ച് കുഴി കുഴിച്ച് തെങ്ങിൻ തൈ വെച്ചിരിക്കുന്നു. പണ്ടുള്ളവർ അവർ ട്രീ ബെൽറ്റ് വിടുമായിരുന്നു. ഇതുവരെയുള്ള കാര്യങ്ങളും ഇതുവരെയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളും ഇതുവരെയുള്ള കാര്യങ്ങളും എല്ലാം മറന്നേക്കും. ഒരു പക്ഷേ അതൊന്നും ഇടിച്ചു പൊളിച്ച് കളയുക എന്നതൊന്നും പ്രായോഗികമല്ല. ഒരു ജനാധിപത്യ സർക്കാരും അതിനൊന്നും മുതിരുകയുമില്ല. പക്ഷേ ഇനി അങ്ങോട്ട് നമുക്കിപ്പോൾ പുതിയതായി ഉണ്ടായ ഈ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരു ചെറിയ മാറ്റമെങ്കിലും ഈ കൃഷി രീതികൾക്കും അല്ലെങ്കിൽ ഇന്ന കൃഷി വിളകൾ ഇറക്കണമെന്ന് പറയുന്നത് നമ്മുടെ കൂടി സുരക്ഷിതത്വത്തിനാണെങ്കിൽ അത് അംഗീകരിക്കലല്ലേ ഒരുപക്ഷെ ഹൈറേഞ്ചിലെ ജനങ്ങൾക്കിടയിൽ ജീവിക്കുന്ന അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഉത്തരവാദിത്തമുള്ള ഒരു സംഘടന ഉറപ്പായിട്ടും അങ്ങനെ തന്നെയാണ്. ചെരുവുള്ള ഭൂമിയിൽ ആ ഭൂമിക്ക് പറ്റുന്ന കൃഷി രീതികൾ ഏതാണ് എന്നുള്ളതിനെ സംബന്ധിച്ച് ഒക്കെ ആ തലത്തിൽ ആളുകൾ കൃഷിക്കാരെ സഹകരിക്കാൻ തയ്യാറാണ്. ഒറ്റ പരിഹാരമുള്ളൂ, കൃഷിക്കാരെ പൂർണ്ണമായും കോൺഫിഡൻസിലെടുക്കണം. വളരെ നന്ദി ശ്രീ ജോയ്. ഒരുപക്ഷെ ഇപ്പോഴുണ്ടായ ഇടുക്കി ദുരന്തത്തിൻ്റെ ടെസ്റ്റ് ഡോസ് 1 മാസം മുമ്പ് മാങ്കുളത്തുണ്ടായതാണ്. അതുപോലെ പല മാങ്കുളങ്ങളും ഇടുക്കിയിൽ പല ഭാഗത്തും ഉണ്ടായി. അത്തരം ദുരന്തങ്ങൾക്ക് ഇരയായവർ ഇപ്പോൾ എവിടെയാണ്? അവർ എന്തു ചെയ്യുന്നു? അവരുടെ അനുഭവം എന്താണ്? ജൂൺ 24 രാത്രി 11:40 തലനാരിഴയ്ക്കാണ് അന്ന് തോമസും കുടുംബവും ഉരുൾപൊട്ടലിൽ നിന്ന് രക്ഷപ്പെട്ടത്. ശബ്ദം കേട്ട് കുട്ടികളെയും വാരിയെടുത്ത് പുറത്തേക്ക് ഓടുകയായിരുന്നു. നിമിഷനേരം കൊണ്ട് മണ്ണും വലിയ പാറക്കല്ലുകളും വന്ന വീട് മൂടി. പരിസരത്തെ വീടുകളും ഭാഗികമായി തകർന്നു. മാങ്കുളത്ത് പ്രളയം. 50 ചെറുതും വലുതുമായ ഉരുൾപൊട്ടലും മണ്ണിടിച്ചിലുമുണ്ടായി. നിരവധി കുടുംബങ്ങളെ വിരിപാറയിലെ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റി. സർക്കാർ ധനസഹായവും പ്രഖ്യാപിച്ചു. കളക്ടറും RDOയും പലതവണ ആവശ്യപ്പെട്ടിട്ടും ദേവികുളത്തെ ഓഫീസിൽ നിന്ന് വീട് പൂർണ്ണമായി നശിച്ചതിനുള്ള നഷ്ടപരിഹാരമായ 1 ലക്ഷം രൂപ ഉദ്യോഗസ്ഥർ തോമസിന് നൽകിയിട്ടില്ല.
2 വട്ടം കളക്ടറുടെ അടുത്ത് പോയി. കളക്ടറുടെ അടുത്ത് പോയപ്പം കളക്ടർ ADM-നോട് പറഞ്ഞു. ADM അന്നേരം തഹസിൽദാർക്ക് വിളിച്ച് പറഞ്ഞതാണ്. പക്ഷേ തഹസിൽദാരുടെ അടുത്ത് ചെന്ന് കഴിയുമ്പോൾ അത് തരാൻ കൂട്ടാക്കുന്നില്ല, അവർ തരുന്നില്ല. നിങ്ങൾ വീട് പണിത് മണ്ണ് മാറ്റി വീട് പണിത് കഴിയുമ്പോൾ തരാൻ 13,500 രൂപ കൊണ്ടുപോകും എന്നാണ് അവർ പറയുന്നത്. എനിക്ക് എൻ്റെ ഉടുവസ്ത്രം അല്ലാണ്ട് വേറെ ഒന്നും കിട്ടിയിട്ടില്ല. ദുരിതാശ്വാസ ക്യാമ്പ് അവസാനിച്ചു. പലരും വീടുകളില്ലാതെ, വീടുകളിൽ വരാനാകാതെ ബന്ധുവീടുകളിൽ അഭയം തേടി. ജില്ലയിൽ 16 വീടുകൾ പൂർണ്ണമായും 225 വീടുകൾ ഭാഗികമായും തകർന്നതായി കണക്കുകളുണ്ട്. 5,66 ലക്ഷം രൂപ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കായി അനുവദിച്ചതായി കണക്ക് വേറെയുമുണ്ട്. ഇതൊക്കെ എവിടെ പോയി? ആർക്കും അറിയില്ല. അകമ്പുറം ഈ ഘട്ടത്തിൽ ക്ഷണിക്കുകയാണ് ജീവൻ രക്ഷപ്പെട്ട എന്നാൽ ജീവിതം നഷ്ടപ്പെട്ട തോമസ് ഏട്ടന്. തോമസ് ഏട്ടൻ എന്താ ഇപ്പോഴത്തെ അവസ്ഥ? എങ്ങനെയാണ് ജീവിതമൊക്കെ? ഇപ്പോൾ അവർ പറയുന്നത് പെര പണിയുക, മണ്ണ് മാറ്റുക, അതിനുശേഷം ബാക്കി പൈസ 2 ഗഡുവായിട്ട് തരാം. 2 വട്ടം ഇപ്പം ഞാൻ പോയി. 2 വട്ടം പോയിട്ടും അവർ തരുന്ന ഒരു ഭാവമോ അല്ലെങ്കിൽ ഒരു മണ്ണ് നീക്കി തരാനുള്ളൊരു ഭാവമോ അവരിൽ നിന്നില്ല. എങ്ങനെ മനസ്സിലായി ഇങ്ങനൊരു സംഭവം? അത് പുറയിൽ നിന്ന് ഞാൻ ബാക്കിൽ നിന്ന് സൗണ്ട് കേട്ടപ്പോൾ ഞാൻ പോയി ശ്രദ്ധിക്കുമ്പോൾ ഇങ്ങനെ നമ്മൾ 2 കല്ലുകൾ നമ്മളിങ്ങനെ കൂട്ടി വരയ്ക്കുന്നത് പോലെയുള്ള സൗണ്ട് കേട്ടു. അപ്പോൾ എനിക്ക് മനസ്സിലായി അത് ഇടിയാൻ പോവുക. അങ്ങനെയാണ് ഞാൻ ചാടുന്നത്. ഇതൊക്കെ ഒരുതരം നാട്ടറിവാണ് ഒരുപക്ഷെ തോമസ് ഏട്ടൻ്റെ പ്രായത്തിലുള്ള ആളുകളുടെ. പക്ഷേ പുതിയ തലമുറയ്ക്ക് അതില്ല. നമ്മുടെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഒരു പരാജയമാണ് എന്നാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത്? അതിൻ്റെ തയ്യാറെടുപ്പിനെ കുറിച്ച് ഇതുവരെയും ചിന്തിച്ചിട്ടില്ല. ദുരന്തമുണ്ടായി മൃതദേഹങ്ങൾ തിരയുക, പരിക്കേറ്റവരെ കിട്ടിയാൽ ആശുപത്രിയിൽ എത്തിക്കുക, വല്ല ദുരിതാശ്വാസവും വല്ലപ്പോഴും കിട്ടുകയാണെങ്കിൽ വീതം വെക്കുക. തോമസ് ഏട്ടനോട് ഒരു വാഗ്ദാനം കൊടുക്കുക. തോമസ് ഏട്ടൻ നടക്കുന്നു, അതിന് ഗഡുക്കളായിട്ട് കുറച്ച് പൈസകൾ കിട്ടുന്നു. ഈ ഒരു ലെവലിലേക്ക് നിൽക്കുന്നു. മുൻകാലങ്ങളിലും പലവട്ടം ഉണ്ടായിട്ടുണ്ട്. പലരും ഇതുപോലെ മരിച്ചു പോയിട്ടുണ്ട് അവിടെ. ഏതെങ്കിലും കാലത്ത് സർക്കാരിൻ്റെ ഏതെങ്കിലും ഉദ്യോഗസ്ഥർ ഇവിടെ നിന്ന് മാറി നിൽക്കണം അല്ലെങ്കിൽ ജാഗ്രത പാലിക്കണം അങ്ങനെ എന്തെങ്കിലും മുന്നറിയിപ്പുകൾ ഈ കാലം വരെ? അവരിത് സംഭവിച്ചു കഴിയുമ്പോൾ ഓൾറെഡി അവിടെ വരുന്നുണ്ട്. വന്ന് ഒന്നുകിൽ വല്ല അംഗൻവാടിയിലോ അല്ലെങ്കിൽ വല്ല സ്കൂൾ കെട്ടിടത്തിലേക്ക് എവിടേക്കെങ്കിലും ഒന്ന് മാറ്റി പാർപ്പിക്കും. പിന്നെ അവർ പല ഫണ്ടുകളും തരാം എന്ന് പറഞ്ഞ് വിട്ടുപോയിട്ട് ആ പോകുന്നത് അല്ലാതെ കൊണ്ട് പിന്നെ അവരെ കാണുന്നില്ല. ഇത് ഞങ്ങൾ ധരിച്ചിരുന്ന വസ്ത്രം മാത്രമേ ഉള്ളൂ, വേറൊന്നുമില്ല. എങ്ങനെ ജീവിക്കും? എന്ത് ചെയ്യും? എന്താ അതിനെപ്പറ്റി ആലോചിക്കും? അങ്ങനെ ഇനിയുള്ള കാര്യങ്ങൾ എങ്ങനെയെന്താണെന്നൊന്നും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഒരു സഹായം കിട്ടിയാൽ അതായി.